അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ദിലീപിന്റെ വിധി വന്നിരിക്കുകയാണ് ഗൈസ്. ദിലീപ് കുറ്റക്കാരനല്ല. നമ്മളൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗൈസ് അയാളെ കുറ്റവാളിയാക്കിയത്? സത്യത്തിൽ അത് നമ്മുടെ തീരുമാനമാണെന്ന് തോന്നുന്നുണ്ടോ? പല പല ന്യൂസ് ചാനലുകൾ നമ്മുടെ തലയിലോട്ട് കുത്തിവെച്ച മരുന്ന് പോലെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം ഒരിക്കൽ പോലും നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ കഴിയില്ല. എന്താണ് കോർട്ടിൽ നടന്നതും എങ്ങനെയാണ് ആ വിധി വന്നത്, എന്തൊക്കെയാണ് അവിടുത്തെ എവിഡൻസ്, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. കാരണം നമുക്ക് ആ കാണുന്നത് നമ്മുടെ ഈ ടി വിയിലും ഫോണിലും കാണുന്ന ന്യൂസുകളാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ജനഗണമന. എങ്ങനെ ഒരു ന്യൂസ് ചാനലിന് ഒരു മോബിനെ കൺട്രോൾ ചെയ്യാൻ കാണിക്കുന്ന ഒരു പടമായിരുന്നത്. അത്രമാത്രം ഇമ്പാക്റ്റാണ് ന്യൂസ് ചാനലുകൾ നമ്മുടെ മേലിൽ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഒരുപാട് വിധികൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ദിലീപ് കുറ്റക്കാരനാണോ കുറ്റക്കാരനല്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രസക്തി. എങ്ങനെ ഒരു ന്യൂസ് ചാനലിനെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കാണിച്ചു തരുന്നതായിരുന്നു ഇന്നത്തെ വിധി. കാരണം ഇത്രയും കാലം നമ്മൾ വിശ്വസിച്ചതൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറി മറിഞ്ഞു. ഇന്നും ഇന്ത്യൻ ജുഡീഷ്യറിയിൽ എനിക്ക് വിശ്വാസക്കുറവില്ല. പക്ഷെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഈ കാലയളവിലാണ് എനിക്ക് പരിഭവം. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കേസ് തുടങ്ങിയിട്ട് 9 വർഷം കഴിഞ്ഞിട്ട് ഒരു കുറ്റവാളി എല്ലാം തെളിയിക്കപ്പെടുന്നു. പക്ഷെ ഇന്നും യഥാർത്ഥ കൾപ്രിറ്റ് അവിടെ പുറത്താണ്. ഇനിയിപ്പോൾ അത് വേറെ ആരെങ്കിലും ആണെങ്കിൽ പോയി നിങ്ങളൊന്ന് ആലോചിക്കൂ, ഇനി എപ്പോഴാണ് അത് കണ്ടുപിടിക്കാൻ പോകുന്നത്? 20 വർഷം കഴിഞ്ഞിട്ടോ? ഓൾറെഡി 10 വർഷം ഇപ്പോൾ കഴിഞ്ഞ്, ഇനി വീണ്ടും 10 വർഷം കഴിഞ്ഞിട്ടാണ്. എന്താണ് ഇതിൻ്റെ അവസ്ഥ? ഒരു കേസ് കളിക്കാൻ 20 വർഷം. ചിലപ്പോൾ അയാൾ ആ കാലത്ത് ജീവിച്ചിട്ടുണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല. അതാണ് ഞാൻ ഇന്ന് ഇന്ത്യൻ ജുഡീഷ്യറിൽ കാണുന്ന ഏറ്റവും വലിയൊരു പോരായ്മ. സോ ഒരു കാര്യത്തിൽ ഇനിയെങ്കിലും നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. ഒരിക്കലും ന്യൂസ് ചാനലിന്റെ പുറകെ നമ്മൾ പോകരുത്. ഇപ്പൊ വന്ന വിധി, അതായത് കോടതി, നമുക്ക് ആകെ വിശ്വസിക്കാൻ പറ്റുന്നത് കോടതികളെയാണ്. കാരണം അവരാണ് യഥാർത്ഥ എവിഡൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നത്. സോ കറന്റ് ഗൂഢാലോചന കേസിൽ നിന്ന് ദിലീപിനെ മാറ്റി നിർത്തി. സോ അതിന്റെ അർത്ഥം നമുക്കിനി ഒരിക്കലും അയാളൊരു കുറ്റം ആരോപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ മുന്നിലുള്ള കോടതി പറഞ്ഞിരിക്കുകയാണ് ഇയാൾ കുറ്റവാളിയല്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയാം? സോ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഇതിന്റെ സത്യത ഇനി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതിനി മുകളിലോട്ടുള്ള കോടതികളിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയും. സോ അതുകൊണ്ട് ഒരിക്കലും ഇനി വീണ്ടും ഒരു ദിലീപാണ് കുറ്റവാളി എന്ന് ഇപ്പം ഞാൻ പറയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലായാലും നമുക്ക് നമ്മൾ മുന്നേ കണ്ട ന്യൂസുകളിൽ കണ്ട പല എവിഡൻസുകൾ അവർ നിർത്തുന്നുണ്ടെങ്കിലും അതിനൊന്നും വാലിഡിറ്റി ഇല്ലാന്നാണ് ഇന്നലെ വന്ന വിധിയിൽ കാണിച്ചത്. സോ വി നീഡ് ടു വെയിറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് ആ ന്യൂസ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വ്യൂസൊക്കെ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.